പറയുന്നത് തൗഹീദല്ല, നിങ്ങൾ പറയുന്നത് സുന്നത്തല്ല. താടി നീട്ടി നിര്യാണിക്ക് മുകളിൽ വസ്ത്രം ധരിക്കുന്ന ചില കുബുദ്ധികളുടെ, ചില വൃത്തികെട്ട, നാവിന് സംസ്കാരമില്ലാത്ത ചില ആളുകളുടെ സംസ്കാരം നിങ്ങളൊന്ന് കേൾക്കേണ്ടതുണ്ട്. ഒരു സാമ്പിളിൽ മാത്രം ഒന്ന്, അദ്ദേഹത്തിന്റെ പേര് പറയാൻ എന്റെ നാവ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. ആ പറയുന്നവന്റെ പേര് പറഞ്ഞാൽ ഒരുപക്ഷെ എന്റെ നാവ് 7 വട്ടം എനിക്ക് കഴുകേണ്ടി വരുമോ എന്ന് സംശയിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അവന്റെ പേര് പറയുന്നില്ല. ആ പ്രസംഗം നിങ്ങളൊന്ന് കേട്ടോളൂ, അദ്ദേഹം സംസാരിക്കട്ടെ. വിശ്വാസപ്രകാരം ആ വിശ്വാസമുള്ളവരെല്ലാം മുശ്രിക്കാണ്. ആ വിശ്വാസമുള്ളവരെല്ലാവരും മുശ്രിക്കാണ്. ബഹുമാന്യനായ മരണപ്പെട്ടുപോയ ജാബിർ കായക്കൊടി ആ വിശ്വാസമുള്ള ആളായിരുന്നു. മുശ്രിക്കിന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാവോന്ന് സഹപ്രവർത്തകനായ ഹനീഫ് കായക്കൊടിയോടൊന്ന് ചോദിക്കണം. എന്തിനാണ് മുശ്രിക്കിന് വേണ്ടി മയ്യത്ത് നിസ്കരിച്ചത്? ഇനി മയ്യത്ത് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ചോദിച്ചത് തിരിച്ചെടുക്കുന്നു. മയ്യത്ത് നമസ്കരിച്ച് കാണും, ആ മയ്യത്തിന് വേണ്ടി ജ്യേഷ്ഠൻ നമസ്കരിച്ച് കാണും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസപ്രകാരം മുശ്രിക്കായ ജാബിർ കായക്കൊടിക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കാമോ? നിഫാക്ക്, നമ്മുടെ ബഹുമാന്യനായ സക്കരിയ സലാഹി നിഫാക്ക് ചെയ്യുന്നു. ബഹുമാന്യനായ സക്കരിയ സലാഹി നിഫാക്ക് ചെയ്യുന്നു എന്ന് സാലിഹ് കായക്കൊടി ക്ലിപ്പ് കട്ടുമുറിച്ച് പല പ്രാവശ്യം പറഞ്ഞു. സാലിഹും മുശ്രിക്കിന് വേണ്ടി നിസ്കരിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. എന്നിട്ട് ആരാണ് നിഫാക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഇനി ജനങ്ങളോട് പറയേണ്ടി വരും ഒരുപക്ഷെ. അല്ലെങ്കിൽ പിന്നെ ഇമെയിലൊക്കെ നിർത്തിയാൽ മതി. അതുപോലുള്ള ഇമെയിൽ സാലിഹിന് നിർത്തിയാലൊരു കുഴപ്പമില്ല. അങ്ങനെയുള്ള ഇമെയിലുകൾ ഇനിയും വരികയാണെങ്കിൽ ഇത് അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പോഴേ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കോ എല്ലാവരും. അനസംസ്കരിച്ച് കാണുമെന്നറിയില്ല, ഒരുപക്ഷെ അനസംസ്കരിച്ച് കാണില്ല. അനസിന് അന്നും മുഖാമുഖം ഉണ്ടായിരുന്നല്ലോ. ഒരു സഹോദരന്റെ മയ്യത്ത് ഗ്രൂപ്പ് പ്രവർത്തനം നടത്തുന്ന ഒരു സമുദായത്തെ വളർത്തിയെടുത്തതിന്റെ താങ്കൾക്ക് ഞങ്ങൾ മാപ്പ് തരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല സലാഹി. ഞങ്ങൾ താങ്കൾക്ക് മാപ്പ് തരുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ ഇരിക്കുന്ന ബഹുമാന്യരായ അദ്ദേഹത്തിന്റെ സഹോദരൻ, അദ്ദേഹത്തിന്റെ ബാപ്പ, അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരങ്ങൾ, അദ്ദേഹത്തിന്റെ സഹോദരിമാർ, അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ, അവരുടെ കണ്ണുകളിലെ കണ്ണുനീരുണങ്ങുന്നതിന് മുമ്പ് ഒരു സഹോദരന്റെ മയ്യത്ത് വെച്ച് ഗ്രൂപ്പ് പ്രവർത്തനം നടത്താൻ ഇറങ്ങിയ ഒരു സമുദായത്തെ വളർത്തിയെടുത്തതല്ലേ സക്കരിയ മൗലവി താങ്കൾ ഈ സമൂഹത്തിന് ചെയ്തു കൊടുത്ത സേവനം? ഇത് പറയുമ്പോൾ കേൾക്കുന്ന ആ മലയാളം ക്ലാസ് റൂമിലെ അഡ്മിന്മാരുണ്ടായിരുന്നില്ലേ? ഞങ്ങളൊക്കെ സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട അഹമ്മദ് അലി മദനിയുടെ മകൻ അബൂ മിസ്വർ എന്നറിയപ്പെടുന്ന സുഫിയാൻ അബ്ദുസലാം മൗലവി, നിങ്ങളെയൊക്കെ ഞങ്ങൾ സ്നേഹിച്ചിരുന്നല്ലോ. താങ്കൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു പറയരുതെന്ന്? ഇത്തരം കാര്യങ്ങൾ ആ സന്ദർഭത്തിലെങ്കിലും അത് പറയരുതെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നു? അബ്ദുല്ലാസിനെ പോലത്തെ മൗലവിമാരെ പോലത്തെ നല്ല നല്ല തഖ്വയുള്ളവർ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ. ഒന്ന് പറഞ്ഞുകൂടായിരുന്നു ഇത്തരത്തിലുള്ള വൃത്തികെട്ടവരെ കൊണ്ട് അത്തരം സംസാരങ്ങൾ നടത്തിക്കരുതെന്ന്? കഴിഞ്ഞോ നിങ്ങൾക്ക്? ഇങ്ങനെയുള്ള ഒരു സമുദായത്തെ വളർത്തിയെടുക്കാനല്ലാതെ എന്താണ് മൗലവി താങ്കളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് താങ്കൾക്ക് കഴിഞ്ഞിട്ടുള്ളത്?